നമ്മുടെ അഖീദ ക്ലാസിൻ്റെ 3-ാം ഭാഗമാണ് നമ്മൾ ആരംഭിക്കുന്നത്. അള്ളാഹുവിലുള്ള വിശ്വാസത്തെയും മലായിക്കത്തുകളിലുള്ള വിശ്വാസത്തെയും നാം ഏകദേശം നമ്മുടെ കഴിവിൻ്റെ പരമാവധി ചർച്ച ചെയ്തു. ഇനി നമ്മൾ റിസാലത്ത് എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ആ വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും കേട്ടതായിട്ട് പരിചയമുണ്ടെങ്കിലും റിസാലത്ത് എന്ന വിഷയത്തെ ആഴത്തിൽ പഠിക്കാനും അതേക്കുറിച്ച് കൃത്യമായൊരു ധാരണയിലെത്താനും സാധിക്കാത്തൊരു സാഹചര്യമാണ് നമ്മിൽ ബഹുഭൂരിഭാഗം ആളുകൾക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ റിസാലത്ത് എന്ന വിഷയം, അതായത് പ്രവാചകത്വം, പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നാം അറിയേണ്ടതുണ്ട് എന്നൊരു ചർച്ചയാണ്. ആ ചർച്ചയിലേക്ക് പ്രവേശിച്ചതിന് ശേഷമേ നമുക്ക് ഇതിൽ ഇത്രയൊക്കെ വിഷയങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് അറിയുകയുള്ളൂ. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു സിലബസ് ഉണ്ടാക്കി നിങ്ങളുടെ കയ്യിൽ ആ പുസ്തകം തന്ന് പഠിപ്പിക്കണമെന്നായിരുന്നു ഉദ്ദേശമുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു പുസ്തകം ഓരോ മാസത്തിനും ഒരുക്കി നിങ്ങൾക്കത് നിങ്ങളുടെ കയ്യിലെത്തിക്കുക എന്നുള്ളത് നമ്മുടെ ചുറ്റുപാടിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അതിൻ്റെ തടസ്സം കാരണമായി ക്ലാസ്സുകൾ മുടങ്ങരുത് എന്നതുകൊണ്ടാണ് ആ പുസ്തകം എന്നുള്ളതിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയത്. എങ്കിലും നിങ്ങളുടെ ഓരോ ദിവസവും നമ്മൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങളുടെ നോട്ട്സുകൾ നമ്മുടെ ഗ്രൂപ്പിൽ ടെക്സ്റ്റായിട്ട് തന്നെ ഉണ്ടാകും. അതായത് കൃത്യമായി പറഞ്ഞാൽ 261 വിഷയം റിസാലത്ത് എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. റിസാലത്ത് എന്ന് പറയുമ്പോൾ അതിൽ എത്ര വിഷയങ്ങളുണ്ട്? 261 വിഷയങ്ങൾ. അതിലേറെയുണ്ട്. എങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ സിലബസ് തയ്യാറാക്കിയപ്പോൾ 261 വിഷയങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ 261 വിഷയങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു 60 എണ്ണമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എക്കാലത്തും നിലനിൽക്കുമ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ പരലോകത്തിന് ഒരു സുരക്ഷയായിരിക്കും എന്നാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഞാൻ മുഖപുര നീട്ടി പറയാതെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. റിസാലത്ത് എന്ന് കേൾക്കുമ്പോൾ ആ അറബി വേർഡിൻ്റെ ഭാഷാർത്ഥവും അതിൻ്റെ നിർവചനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേർഡിനെ ഉപയോഗിക്കുമ്പോൾ ഈ റിസാലത്ത് നൽകപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്ന പ്രാധാന്യവും ആ റിസാലത്ത് ലഭ്യമാകുന്നവരെ എന്തെങ്കിലും അവിഹിതമായ മാർഗത്തിൽ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാവുകയും ഒക്കെ ചെയ്യുന്നവർക്കെതിരെ അല്ലാഹു നടത്തുന്ന താക്കീതുകളും വാണിങ്ങുകളും അതിഭീകരമാണ്. മാത്രമല്ല, ഈ റിസാലത്ത് നൽകപ്പെടുന്ന പ്രവാചകന്മാരെന്ന് പറയുന്നവരെ കുറിച്ച് പടച്ച തമ്പുരാൻ അവൻ്റെ ഖുർആനിൽ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ആദം അലൈഹിസ്സലാം തൊട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരുടെ ഗുണം അല്ല പറഞ്ഞത് അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ റിസാലത്തിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആളുകൾ വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അവർ അള്ളാഹുവിനെ ഭയപ്പെടും, അല്ലാത്ത ഒരാളെയും പേടിക്കാത്തവരാണവർ. ധീരതരാണ്, അവരുടെ ധീരതയ്ക്ക് സമാനതയില്ല, അത്രയും ശക്തരാണവർ. അഥവാ റിസാലത്ത് എന്ന് പറയുന്ന നുബൂവത്ത്, പ്രവാചകനാവുക എന്നുള്ള ഡ്യൂട്ടി നിർവഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അല്ലാതെ ഒരാളെയും അവർക്ക് ഭയമില്ല, അവർക്ക് ആശങ്കയില്ല. അതുപോലെ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മാഇദയിൽ നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെ പ്രവാചകനോട് അള്ളാഹു തആല പറയാ, യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, മുഹമ്മദ് നബിയെ നിങ്ങളിലേക്ക് അവതരിപ്പിച്ചതിനെ നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. വ ഇല്ലം തഫൽ ഫമാ ബല്ലഗ്ത റിസാല, നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ റിസാലത്ത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ, ആ കർത്തവ്യ നിർവഹണം നിങ്ങൾ ചെയ്യാതെ പോയി. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ ഉത്തരവാദിത്തമാകുന്ന റിസാലത്ത്
നിങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അവിടെ പേടി നിങ്ങൾക്ക് വേണ്ട. അല്ലാഹ് തുടർന്ന് പറയുന്നത് വല്ലാഹു യഅസിമുക മിനന്നാസ്. എത്ര വലിയ അക്രമകാരികളായാലും ആരായിരുന്നാലും അവരിൽ നിന്നൊക്കെ അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും. വല്ലാഹു യഅസിമുക മിനന്നാസ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല റിസാലത്ത് എന്ന് പറയുന്ന ഈ ദൗത്യം ഒരു വ്യക്തിയിൽ അർപ്പിച്ചാൽ, ഒരു വ്യക്തിയുടെ ചുമലിൽ അള്ളാഹു വെച്ചു കൊടുത്താൽ, ആ വ്യക്തിയെ ജനങ്ങളുടെ അക്രമത്തിൽ നിന്ന്, അവർ കൊന്നു തള്ളുന്നതിൽ നിന്നൊക്കെ പടച്ച തമ്പുരാൻ ഉറപ്പായും സംരക്ഷിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ആയത്ത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് വല്ലാഹു യഅസിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് നബി അള്ളാഹ് നിങ്ങളെ കാക്കും എന്ന ആയത്ത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയാണ്, മൻ യഹ്റുസുനി, ആരാണ് എനിക്കൊന്ന് കാവൽ നിൽക്കുക എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. നബി ഇടക്കിട്ട് പറയും, കാരണം തൗഹീദുമായിട്ടാണ് വന്നിരിക്കുന്നത്. തൗഹീദിന്റെ വാഹകരെ കൊല്ലാൻ കൊലവിളിയുമായി നിരവധി ആളുകളാണ്. പ്രവാചകനെ മക്കയിൽ വെച്ച് കൊല്ലാൻ വേണ്ടി ആളുകൾ കൂടിയപ്പോൾ അവിടെ നിന്ന് പ്രവാചകൻ രക്ഷപ്പെട്ടതാണ്. അങ്ങനെയുള്ള പ്രവാചകൻ എപ്പോഴും പറയും, ആരാണ് എന്നെ എന്നെ കാക്കാനുള്ളത്, എനിക്ക് കാവലാളായിരിക്കാനുള്ളത്. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാഹു യഅസിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് നബിയെ നിങ്ങളെ അല്ലാഹു കാക്കും എന്ന ആയത്തിറക്കിയപ്പോൾ അഖ്റജ റസൂലുള്ളാഹി റഅസഹു മിനൽ ഖുബ്ബ, പ്രവാചകന്റെ വീട്ടിൽ നിന്ന് പ്രവാചകൻ തല പുറത്തേക്കിട്ടു. എന്നിട്ട് പ്രവാചകൻ സഹാബാക്കളോട് പറയുകയാണ്, യാ അയ്യുഹന്നാസ് ഇൻസരിഫു ഫഖദ് അസമനി അല്ലാഹ്, എൻ്റെ കൂട്ടുകാരെ, ജനങ്ങളെ എല്ലാവരും പിരിഞ്ഞു പോയിക്കോളൂ. എനിക്ക് കാവൽക്കാരായിരിക്കുന്നവരാരൊക്കെയാണോ ഇവിടെയുള്ളവരൊക്കെ പോയിക്കോ, എന്നെ അള്ളാഹു കാക്കും. പടച്ച തമ്പുരാനായ തിറക്കിയിരിക്കുന്നു. അപ്പോൾ പ്രവാചകന്മാർക്ക് റിസാലത്ത് എന്ന ഈ ദൗത്യം അള്ളാഹു ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രവാചകന്മാരെ ഭൂമിയുടെ മുകളിൽ ഒരാൾക്കും ആ പ്രവാചകന്മാരെ വധിച്ചു കളയാൻ കഴിയില്ല. ആ റിസാലത്ത് എന്ന ദൗത്യം നിർവഹിക്കുന്നത് വരെ, റിസാലത്ത് എന്ന് പറയുന്ന ദൗത്യം അവർ നിർവഹിക്കുക തന്നെ ചെയ്യും. അത് പൂർത്തിയാക്കുന്നതിന് തടസ്സം ആർക്കും നിൽക്കാൻ കഴിയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ആരെങ്കിലും തടസ്സം നിന്നാലോ, പ്രവാചകന്മാരുടെ റിസാലത്താകുന്ന ഈ ദൗത്യത്തിന് അതിനെ പരിഹസിക്കാനോ അതിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കാനോ ആരെങ്കിലും മെനക്കെട്ടാലുള്ള ദുരന്തം ചില്ലറയല്ല. നമുക്ക് ഇമാം ബുഖാരി അവിടുത്തെ സഹീൽ ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ വിശദീകരിക്കുകയാണ്. ആ ഖുർആൻ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു യഹൂദി ഉണ്ടായിരുന്നു. ആ യഹൂദി ഒരു നസ്രാനി, ആ നസ്രാനിയായ മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് ഖുർആനൊക്കെ കേൾക്കും. ആ ഖുർആൻ അദ്ദേഹം പാരായണം ചെയ്യും. എന്നിട്ട് അദ്ദേഹം അത് എഴുതി കൊടുക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അങ്ങനെ എഴുതി കൊടുത്തിട്ട് അവസാനം അദ്ദേഹം എന്ത് ചെയ്തു, വീണ്ടും നസ്രാനിയായി. ഇമാം ബുഖാരി തൻ്റെ സഹീൽ 3617 നമ്പർ ഹദീസിൽ വിവരിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഖുർആൻ പഠിക്കുകയും അൽ ബഖറയും ആലു ഇമ്രാനും ഒക്കെ എഴുതി കൊടുക്കുകയും ചെയ്യും നബിക്ക്. എന്നിട്ട് അദ്ദേഹം നസ്രാനി മതത്തിലേക്ക് പോയി, ക്രിസ്തു മതത്തിലേക്ക് തന്നെ തിരിച്ചു പോയി. എന്നിട്ട് അദ്ദേഹം പ്രവാചകനെ കളിയാക്കി. എന്താ അദ്ദേഹം പറയുന്നത് അറിയോ, മാ യദ്രി മുഹമ്മദുൻ ഇല്ലാ മാ കതബ്തു ലഹു, ഞാൻ എഴുതി കൊടുത്തല്ലാതെ മുഹമ്മദിനൊന്നും അറിയില്ല, തനി മണ്ടനാണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിയെ പരിഹസിക്കുകയാണ്. അങ്ങനെ പ്രവാചകനെ പരിഹസിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ മരിപ്പിക്കുകയാണ്. അങ്ങനെ മരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആളുകൾ അദ്ദേഹത്തെ മറപാടി. ഫഅസ്ബഹ വഖദ് ലഫളതുഹുൽ അർള്, നേരം വെളുത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മയ്യത്തിൻ്റെ പുറത്ത് കിടക്കുന്നു. ഭൂമി അദ്ദേഹത്തെ തുപ്പിക്കളഞ്ഞു പുറത്തേക്ക്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. നേരം വെളുത്ത് നോക്കുമ്പോൾ അദ്ദേഹം ഖബറിൽ നിന്ന് പുറത്താണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആളുകൾ പറഞ്ഞു, ഹാദാ ഫിഅലു മുഹമ്മദിൻ വസ്വഹാബി, ഇത് മുഹമ്മദും അവൻ്റെ അനുയായികളും അവൻ്റെ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് വന്നപ്പോൾ അവരുടെ കലിയടങ്ങാതെ അവർ ഖബർ മാന്തി അദ്ദേഹത്തിൻ്റെ മയ്യത്ത് പുറത്തിട്ടതാണ്. അങ്ങനെ അവർ വീണ്ടും വരികയാണ്. എന്നിട്ട് അവർ വലിയൊരു കുഴി വെട്ടി ആ കുഴിയിൽ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് മറമാടി.
അങ്ങനെ മറമാടി പിറ്റേ ദിവസം നോക്കുമ്പോൾ വീണ്ടും അതേപോലെ തന്നെ ആ മനുഷ്യൻ്റെ മയ്യത്ത് കബറിൻ്റെ പുറത്ത് കിടക്കുന്നു. വീണ്ടും അവർ വന്നിട്ട് പറഞ്ഞു, ഇത് മുഹമ്മദും അവൻ്റെ അനുയായികളും കരുതി കൂട്ടി ചെയ്ത പ്രവർത്തനം തന്നെയാണ്, അവർക്കുള്ള പകയാണ് എന്ന്. അങ്ങനെ വീണ്ടും അവരെല്ലാവരും കൂടിയിട്ട് അവർക്ക് കഴിവിൻ്റെ പരമാവധി വളരെ വലിയ ആഴത്തിൽ അവർ കുഴിവെട്ടുകയാണ്. പെട്ടെന്നൊന്നും ആർക്കും ഇറങ്ങിയിട്ട് ആ മയ്യത്തിനെ അവിടുന്ന് എടുത്ത് പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല. ആ രൂപത്തിൽ അങ്ങനെ കുഴിവെട്ടി മറമാടിയപ്പോൾ നേരം വെളുത്ത് നോക്കുമ്പോൾ നേരെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മയ്യത്തിൻ്റെ ഭൂമി പുറത്തേക്ക് തള്ളിവിട്ടിരിക്കുന്നു. മയ്യത്ത് പുറത്ത് തന്നെ കിടക്കുകയാണ്. ഫഅലിമു അന്നഹു ലൈസ മിനന്നാസ്. അപ്പോഴാണ് അവർക്ക് ബോധ്യമായത് ഇത് മനുഷ്യർ ചെയ്ത പരിപാടിയല്ല എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനെ പരിഹസിച്ചവന് കൊടുത്ത അതിശക്തമായ ഒരു അടിയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കെല്ലാം ബോധ്യമാകും വിധം പടച്ച തമ്പുരാൻ ശക്തമായ ഒരു ദൃഷ്ടാന്തം അവിടെ പ്രകടിപ്പിക്കുകയാണ്. അതായത് പ്രവാചകന്മാരെ തൊടാൻ പോയാൽ, അവരെ പരിഹസിക്കാൻ പോയാൽ അത് താങ്ങാനാവുന്നതിൻ്റെ അപ്പുറമായിരിക്കും പടച്ച തമ്പുരാനിൽ നിന്ന് തിരിച്ചടി കിട്ടുക എന്നർത്ഥം. നമുക്കറിയാം, മഹാനായ നൂഹ് അലൈഹിസ്സലാം തൻ്റെ ജനതയോട് അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി ലൈസ ബി ളലാലത്തും വലാകിന്നി റസൂലും മിർ റബ്ബിൽ ആലമീൻ. ജനങ്ങളെ, ഞാൻ വഴികെട്ടവനല്ല, ഞാൻ റബ്ബുൽ ആലമീൻ്റെ ലോകത്തിൻ്റെ പരിപാലകനായ റബ്ബിൻ്റെ ദൂതനാണ്. ഉബല്ലിഗുകും റിസാലാത്തി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ റിസാലത്തിനെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. വ അൻസഹു ലക്കും, നിങ്ങൾക്ക് ഞാൻ നല്ല ഉപദേശം നൽകുകയാണ്. വ അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തത് എനിക്ക് പലതും അറിയാം കേട്ടോ. ഞാൻ നിങ്ങളിലേക്ക് ഈ റിസാലത്ത് കൊണ്ടുവരികയാണ്, ഇത് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്, ഇത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് മഹാനവറുകൾ പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയാത്തത് പലതും എനിക്കറിയാം എന്ന് പറഞ്ഞാൽ, ഈ റിസാലത്തിനെതിരെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വല്ലതും സംഭവിച്ചാൽ റബ്ബിൻ്റെ ഭാഗത്തിൽ നിന്ന് വരുന്ന അടി താങ്ങാനാകുന്നതിൻ്റെ അപ്പുറമായിരിക്കും. ഖുർആൻ പറഞ്ഞു ഫകദ്ദബു, അവർ കളവാക്കി മഹാനവറുകളെ. അപ്പൊ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്? വഅഗ്റഖ്നല്ലദീന കദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവരെ നമ്മൾ മുക്കിക്കൊന്നു കളഞ്ഞു. ആ ജനതയെ മുഴുവനും പടച്ച തമ്പുരാൻ വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചു കളഞ്ഞു. എന്താ പ്രശ്നം? അള്ളാഹു ഒരു മനുഷ്യനിൽ അർപ്പിച്ച റിസാലത്ത് അദ്ദേഹം അവർക്ക് കൊണ്ടുകൊടുത്തപ്പോൾ അവർ തള്ളി. അതുകൊണ്ട് തന്നെ അതേപോലെ മഹാനായ സ്വാലിഹ് അലൈഹിസ്സലാം തൻ്റെ ജനതയുടെ അരികിൽ വന്ന് പറയാണ്, യാ ഖൗമി ലഖദ് അബ്ലഗ്തുകും റിസാലത റബ്ബി, ജനങ്ങളെ, നിങ്ങൾക്ക് ഞാൻ എൻ്റെ രക്ഷിതാവിൻ്റെ റിസാലത്തിനെ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിരിക്കുന്നു. വനസഹ്തു ലക്കും, നിങ്ങൾക്ക് നാം ഉപദേശം നൽകിയിരിക്കുന്നു. വലാകിൻ ലാ തുഹിബ്ബൂനൻ നാസിഹീൻ, എങ്കിലും നിങ്ങൾ ഉപദേശം നൽകുന്നവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ തൻ്റെ ജനതയുടെ മുമ്പിൽ അബ്ലഗ്തുകും റിസാലത റബ്ബി, എൻ്റെ റബ്ബിൻ്റെ റിസാലത്തിനെ ഞാനിതാ നിങ്ങൾക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പടച്ച തമ്പുരാൻ ഭൂമിയിലെ മനുഷ്യൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് റിസാലത്ത് എന്ന് പറയുന്നത്. ആ നിർദ്ദേശങ്ങൾ കൊണ്ടുവരുന്ന ആ ദൂതൻ അതിശക്തനാണ്. ആ ദൂതന് എതിരെ നിങ്ങൾ തിരിഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങാനാവാത്ത തിരിച്ചടി റബ്ബിൽ നിന്നുണ്ടാകും. സ്വാലിഹ് അലൈഹിസ്സലാമിനോട് തൻ്റെ ജനത പറഞ്ഞു, യാ സാലിഹ്നാ ബിമാ തഅദുനാ ഇൻ കുൻത മിനൽ മുർസലീൻ. സ്വാലിഹേ, നീ ഒരു ദൂതനാണെങ്കിൽ റസൂലാണെങ്കിൽ നീ താക്കീത് ചെയ്യുന്ന അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞ് നീ ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലോ, എന്നാൽ ആ അപകടങ്ങൾ ഞങ്ങൾക്കൊന്ന് വരട്ടെ, ഞങ്ങളൊന്ന് കാണട്ടെ എന്നവർ സ്വാലിഹ് അലൈഹിസ്സലാമിനോട് വെല്ലുവിളിച്ചു. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നീ പ്രവാചകനാണെന്ന് നീ പറഞ്ഞു നടക്കുന്നു, നിന്നെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതാ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഅഖദതുഹുമുർ റജ്ഫ, അവർക്ക് ഭീകരമായൊരു ഭൂകമ്പം അരങ്ങേറുകയാണ്. ഫഅസ്ബഹു ഫീ ദാരിഹിം ജാതിമീൻ, അവരുടെ വീടുകളിൽ അതാ അവർ കമിഴ്ന്ന് വീണ് കിടക്കുന്നു.
സർവ്വെണ്ണത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. കാരണം റബ്ബിന്റെ റിസാലത്തിനെ സ്വീകരിക്കാതിരുന്ന ആളുകൾക്ക് പടച്ച തമ്പുരാൻ കണക്കിന് കൊടുക്കുകയാണ്. അതുപോലെ ശുഐബ് അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു, യാ ഖൗമി ലഖദ് അബ്ലഗ്തുകും റിസാലാത്തി റബ്ബി. മഹാനവറുകളും പറയുകയാണ്, ജനങ്ങളെ, എൻ്റെ റബ്ബിന്റെ റിസാലത്ത് ഞാൻ നിങ്ങൾക്കിതാ നൽകുന്നു. വനസഹതു ലക്കും, നിങ്ങൾക്ക് ഞാനിതാ ഉപദേശം നൽകുന്നു. ഫകൈഫ ആസാ അലാ ഖൗമിൻ കാഫിരീൻ, ഞാൻ എങ്ങനെയാണ് ദുഃഖിക്കുക ഈ സത്യനിഷേധികളായ ആളുകളുടെ കാര്യത്തിൽ. അവർ തിരിഞ്ഞു കളഞ്ഞുപോയി, അവർക്കതിൻ്റെ ദുരന്തം, അവർക്കതിൻ്റെ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ശുഐബ് അലൈഹി സ്വലാമിന്റെ ജനതക്കും അല്ലാഹ് നൽകിയത് സൂറത്ത് അറാഫിൽ അല്ലാഹ് പറയുകയാണ്, ഫഅഖദതുഹുമുർ റജ്ഫ, അവർക്കും ഭൂകമ്പം അല്ലാഹു തആല നൽകി. ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ, സാലിഹ് അലൈഹി സ്വലാമിന്റെ ജനതയെ പോലെ അവരുടെ വീടുകളിൽ അവർ കമിഴ്ന്നടിഞ്ഞു കിടക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പൊ ഇവിടെയൊക്കെ റിസാലത്തിനെ ആര് വെല്ലുവിളിച്ചോ ആ വെല്ലുവിളി നടത്തിയ ആളുകളെയൊക്കെ മുൻ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിൽ അള്ളാഹു നന്നായി കൈകാര്യം ചെയ്തു. സ്വാലിഹ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രവും ശുഐബ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രവും അതേപോലെ തന്നെയാണ് മഹാനായ ഹൂദ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രവും. മഹാനവറുകളും പറഞ്ഞു, ഖദ് ബൽ അബ്ലഗ്തുകും മാ ഉർസിൽതു ബിഹി ഇലൈക്കും, എന്നെ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട എന്താണോ നിയോഗിക്കപ്പെട്ടത് അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, ജനങ്ങളെ, എൻ്റെ റബ്ബ് നിങ്ങളെങ്ങാനും ധിക്കാരം കാണിച്ചാൽ നിങ്ങളെ മാറ്റി വേറെ ആളുകൾ അവിടെ കൊണ്ടുവരും, നിങ്ങളെ മുഴുവനും അല്ലാഹു തആല നശിപ്പിച്ചു കളയും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. അവരെ അല്ലാഹു നശിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ എത്രയോ പ്രവാചകന്മാർ അവരുടെ കാലത്ത് ആരൊക്കെ ലുൽമെടുത്തോ അവരെയൊക്കെ അല്ലാഹു തആല കൈകാര്യം ചെയ്തു. എന്തിൻ്റെ പേരിൽ? ആ റിസാലത്ത് എന്ന ആ ദൗത്യം നിർവഹണം നടക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ. എന്നിട്ട് അല്ലാഹു തആല സൂറത്ത് അന്നാമിന്റെ 124 വചനത്തിൽ പറയുന്നുണ്ട്, അല്ലാഹു അഅലമു ഹൈതു യജ്അലു റിസാലതഹു, അല്ലാഹുവിന്റെ റിസാലത്ത് എവിടെ വെക്കണം എന്ന് അല്ലാഹുവിന് അറിയാം. അത് അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കും. എന്നാൽ സയുസീബുല്ലദീന അജ്റമു സഗാർ ഇൻദല്ലാഹ്, കുറ്റകരമായ പ്രവർത്തനങ്ങളുമായി പോകുന്ന ആളുകൾക്ക് പടച്ച തമ്പുരാൻ ഹീനത അവർക്ക് നൽകുന്നതാണ്. വഅദാബുൻ ശദീദ്, കഠിനമായ ശിക്ഷയും അല്ലാഹു നൽകും. പടച്ച തമ്പുരാൻ റിസാലത്ത് എന്ന പദം, അതിനോട് സമാനമായ വേർഡുകളും നിരവധിയാണ് ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അത് ചില്ലറ വിഷയമല്ല, നമ്മുടെ ഇടയിൽ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാറില്ല എന്ന് മാത്രം. അതുപോലെ തന്നെ പ്രവാചക വചനങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ റിസാലത്ത് എന്ന പദം പ്രയോഗിച്ച ആയത്തുകൾ നമ്മളിപ്പോൾ പറഞ്ഞത്, ഒന്ന് സൂറത്ത് അഹ്സാബിലെ 39 വചനം നമ്മൾ പറഞ്ഞു, മറ്റൊന്ന് സൂറത്ത് മാഇദയിലെ 67 വചനം, അതേപോലെ തന്നെ സൂറത്ത് അറാഫിലെ 64 വചനം, അതേപോലെ സൂറത്ത് അറാഫിലെ 79 വചനം, അതേപോലെ സൂറത്ത് അറാഫിലെ 93 വചനം. ഇങ്ങനെയുള്ള ഈ വചനങ്ങളിലൊക്കെ നമ്മൾ ഈ റിസാലത്ത് എന്ന പ്രയോഗം കണ്ടു. ഈ വേർഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ആയത്തുകളെ ഖുർആൻ പരിഭാഷ എഴുതിയ ആളുകളും അതുപോലെ അമാനി മൗലവിയും ഒക്കെ ഈ വേർഡുകൾ വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ വായിച്ചു നോക്കുമ്പോൾ ഒരുപാട് ആശയങ്ങൾ പഠിക്കാൻ പറ്റും. അതിലേക്കുള്ളൊരു സൂചനയായിട്ടാണ് ഞാൻ ഈ ആയത്തുകൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഗ്രൂപ്പിൽ ഈ ആയത്തുകൾ ഉണ്ടാവും. കാരണം റിസാലത്ത് എന്ന വിഷയം പറയുമ്പോൾ അതിന് ആയത്തുകളുടെ ഒരു എന്താ പറയുക മുൻഗണന നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആനിന് വിശദീകരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. ആ ഹദീസും തന്നെ ഇതിന് മുൻഗണന നൽകേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞു, ഒരു ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യൻ റസൂലുള്ളാഹിയുടെ റിസാലത്തിനെ പറ്റി പറഞ്ഞത്, ഞാൻ എഴുതി കൊടുക്കുന്നത് മാത്രമേ മുഹമ്മദിന് അറിയുകയുള്ളൂ, അവനൊരു വിവരവുമില്ല എന്ന് പറഞ്ഞു. ആ പറഞ്ഞ കാര്യത്തെ പടച്ച തമ്പുരാൻ കൈകാര്യം ചെയ്തത് എന്താണ്? അദ്ദേഹത്തിൻ്റെ മയ്യത്ത് എത്ര കബറടക്കിയിട്ടും ഭൂമിൻ്റെ ഉള്ളിൽ കിടക്കുന്നില്ല, മയ്യത്ത് പുറത്ത് തന്നെ. ഇത് ഇമാം ബുഖാരിയുടെ സഹീൽ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ആണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്, 3617 നമ്പർ ഹദീസാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഈ കഥയെ മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി വിവരിക്കുന്നുണ്ട്. മഹാനവറുകൾ പറയാ, എന്തേ ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് എത്ര കബറിൽ മറമാടിയിട്ടും കബറിൽ കിടക്കുന്നില്ല, മയ്യത്ത് ഇങ്ങനെ പുറത്തു വരാൻ കാരണം എന്താ? അതിന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത്,
ഹാദിൽ മൽഊനുല്ലദീ ഇഫ്തറാ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ശപിക്കപ്പെട്ടവനുണ്ടല്ലോ, ഇവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കല്ല് വെച്ച കളവാണ് ഇവൻ പറഞ്ഞത്. അന്നഹു മാ കാന യദ്രി ഇല്ലാ മാ കതബലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ നസറാനി എഴുതി കൊടുക്കണം അല്ലാതെ ഒന്നും അറിയില്ല എന്ന് കള്ളം പറഞ്ഞിരിക്കുകയാണ് അവൻ പ്രവാചകന്റെ പേരിൽ. അങ്ങനെ വന്നപ്പോൾ ഖസമല്ലാഹ് വഫലാഹു, അല്ലാഹു തആല അവന് നാശമിറക്കുകയും അവനെ അപമാനിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഈ രൂപത്തിലൂടെ. എങ്ങനെ? ബി അൻ അഖ്റജഹു മിനൽ ഖബ്രി ബഅദ അൻ ദുഫിന മിറാറൻ, ഒരുപാട് പ്രാവശ്യം കബറടക്കിയിട്ടും കബറിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ്? പടച്ച തമ്പുരാൻ അവനെ നിന്ദ്യനാക്കിയത് കൊണ്ടാണ്. ഹാദാ അംറുൻ ഖാരിജുൻ അനിൽ ആദ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നു, ഇത് സാധാരണയിൽ നടക്കാറില്ല. എത്രയോ അക്രമികളായ ആളുകൾ മരണപ്പെടാറുണ്ട്. മാത്രമല്ല മഹാനവറുകൾ പറയുകയാണ്, യദുല്ലു കുല്ല അഹദിൻ അലാ അന്ന ഹദാ ഉഖൂബത്തുൽ ലിമാ ഖാലഹു വ അന്നഹു കാന കാദിബൻ ഇത് കാന ആമത്തുൽ മൗത ലാ യുസീബുഹും മിസ്ലു ഹാദാ. ഇതെന്താണ്? ഇവന് മാത്രമാണിത്. ഇവൻ നബിയുടെ പേരിൽ കല്ല് വെച്ച കളവ് പറഞ്ഞ് പ്രവാചകനെ നാണം കെടുത്തിയപ്പോൾ അവനെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞു പിടിച്ചു. ഇതുപോലെ തെറ്റ് ചെയ്യുന്ന പല ആളുകളുമുണ്ട്. മഹാനവറുകൾ പറയാം, ഇത് കാന ആമത്തുൽ മുർത്തദ്ദീന യമൂത്തൂന വലാ യുസീബുഹും മിസ്ലു ഹാദാ. ഒരുപാട് ആളുകൾ മതത്തിൽ നിന്ന് മുർത്തദ്ദാവാറുണ്ട്, മുസ്ലിമായിട്ട് ഇസ്ലാമെന്ന് മടങ്ങി പോവാറുണ്ട്. പല ആളുകളും അവർക്കൊന്നും ഇങ്ങനെ എത്താറില്ല. പക്ഷേ കാരണം എന്താ? അത് അന്ന ഹാദൽ ജുർമ അഅ്ളമു മിൻ മുജറദിൽ ഇർതിദാദ്. ഒരാൾ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോകുന്നതിനേക്കാൾ അപകടമാണ് ഒരാൾ പ്രവാചകനെ കളിയാക്കുക എന്നുള്ളത്. ശരിക്കും മനസ്സിലാക്കണം. പ്രവാചകന്റെ ഹദീസുകളെ പരിഹസിക്കുന്ന, ബുഖാരിയിലെ ഹദീസായാലും വേണ്ടില്ല, എവിടുത്തെ ഹദീസായാലും വേണ്ടില്ല, നിന്റെ ബുദ്ധിക്ക് നിരക്കാത്തത് ഞാൻ തള്ളും എന്നൊക്കെ പറയുന്ന ആളുകൾ ഉള്ള ലോകമാണിന്ന്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പ്രവാചകന്റെ വാക്കുകളെ അപമാനിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയാണ്, മുർത്തദ്ദാകുന്നതിനേക്കാൾ ശിക്ഷാർഹമാണ് ഒരാൾ പ്രവാചകന്റെ വാക്കുകളെ പരിഹസിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചത്. അതുപോലെ നോക്കൂ നിങ്ങൾ, അബൂലഹബിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രവാചകനെ പരിഹസിച്ചു, ആക്ഷേപിച്ചു. ഖുർആനിൽ ആയത്തന്നെ ഇറങ്ങി, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. നിങ്ങൾക്കറിയാവുന്നതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ മഹാനായ ഇമാം ഇബ്നു ജരീർ ത്വബരിയും അതേപോലെ നിരവധി ചരിത്രകാരന്മാർ അബൂലഹബിൻ്റെ മരണം വിവരിക്കുന്നുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അവിടുത്തെ തഫ്സീറിലും ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. എന്താണ് അബൂലഹബ് മരിക്കുമ്പോണ്ടാകുന്നത്? അദ്ദേഹം പ്രവാചകനെതിരെ ചെയ്തത് എന്താണെന്ന് അറിയുന്നവരാണ് ഇരിക്കുന്ന നിങ്ങളൊക്കെ. അത്രയും ക്രൂരമായി പ്രവാചകനെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അവിടുത്തെ തഫ്സീറിൽ ഉദ്ധരിക്കുകയാണ്, റമാഹുല്ലാഹു ബിൽ അദസ. അദസ എന്ന രോഗം അദ്ദേഹത്തിന് അല്ലാഹു തആല നൽകി. അദസ എന്ന് പറഞ്ഞാൽ അറബികൾ അപലക്ഷണമായി കാണുന്ന ഒരു രോഗമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചിക്കൻ ബോക്സ് ഉണ്ടാവാറുണ്ടല്ലോ, അതുപോലെ ഉണ്ടാകും. പക്ഷേ അതിൻ്റെ ദുർഗന്ധം അതിഭീകരമായിരിക്കും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അടുത്തേക്കെങ്ങാനും ആരെങ്കിലും അടുത്തേക്ക് എത്തിയാൽ ഉടനെ അത് അവരിലേക്ക് പകരും. അങ്ങനെയുള്ള ഭീകരമായ ഒരു അസുഖമാണ് ഈ അദസ എന്നുള്ളത്. അബൂലഹബ് ബദറിൽ പങ്കെടുത്തില്ല. ബദറിലേക്ക് അദ്ദേഹം പകരക്കാരനെ വിട്ട്, എന്നിവിടെ മക്ക തന്നെയായിരുന്നു. ആ മക്കയിൽ അദ്ദേഹത്തിൻ്റെതായ പ്രവർത്തനങ്ങളുമായി പോവുകയാണ്. ആ സമയത്താണ് ബദർ കഴിഞ്ഞ് 7-ാം ദിവസമാണ് അദ്ദേഹം മരിക്കുന്നത്, അബൂലഹബ് മരിക്കുന്നത്. അല്ലാഹു തആല ആ സമയത്ത് അവന് അദസ രോഗം നൽകി. ആ രോഗം കാരണം എന്താ സംഭവിക്കുന്നത്? തബാഅദു ബനൂഹു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാം, അവൻ്റെ മക്കളെല്ലാം മാറി നിന്നു. ഒരാളും ഈ വാപ്പാൻ്റെ അടുത്തേക്ക് വരുന്നില്ല, അബൂലഹബിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അത്രയും ദുർഗന്ധമാണ്. അടുത്തേക്ക് എത്തിയാൽ ആ രോഗം പകരും ചെയ്യും. അങ്ങനെ നിരവധി
പ്രയാസങ്ങൾ താങ്ങാനാവാതെ ബുദ്ധിമുട്ടുകയാണ് അബൂലഹബ്. എന്നിട്ട് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുകയാണ്, അദ്ദേഹത്തിന് 4 മക്കളുണ്ട്. ഉത്ബയുണ്ട്, മുഅത്തിബുണ്ട്, ഉത്തൈബയുണ്ട്, അതുപോലെ ദുറ എന്ന് പറയുന്ന മകളുമുണ്ട്. ഇവരാരും വന്നില്ല. ഹത്താ ഖതലഹുല്ലാഹ്, അങ്ങനെ ഇവനെ അല്ലാഹു തആല കൊന്നുകളഞ്ഞു. അവന് സഹായിക്കാൻ ആരുമില്ല, ചികിത്സിക്കാൻ ആരുമില്ല, ഒരു മനുഷ്യൻ പോലും അടുത്തേക്ക് വരുന്നില്ല. അത്രയും ഭീകരമായ വ്രണത്തിൽ അല്ലാഹു തആല അവനെ കൈകാര്യം ചെയ്യുകയാണ്. എന്നിട്ട് വബഖിയ ബഅദ മൗതി സലാസൻ ലാ യതഖറബു ജനാസതഹു വലാ യുഹവിലു ദഫനഹു. അവൻ മരണപ്പെട്ടിട്ട് 3 ദിവസം കഴിഞ്ഞ് ഒരാളും അടുത്തേക്ക് വരുന്നില്ല. ഈ മയ്യത്ത് മറമാടാൻ ആർക്കും താല്പര്യമില്ല, അതിൻ്റെ അടുത്തേക്ക് വരാൻ ഒരാൾക്കും താല്പര്യമില്ല. ആളുകൾ മാറി നിൽക്കുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മക്കളോട് ചില ആളുകൾ പരാതി പറഞ്ഞു, ഇതിവിടെ കിടന്ന് ഇങ്ങനെ ദുർഗന്ധമായാൽ വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞുള്ള ആക്ഷേപങ്ങൾ വന്നപ്പോൾ ഫലമ്മാ ഖാഫു സുബ്ബ ഫീ തർക്കിഹി, അദ്ദേഹത്തിൻ്റെ മയ്യത്ത് മറമാടാതെ അവിടെ ഇട്ടാൽ ആളുകൾ വഴക്ക് പറയും. അങ്ങനെ ജനങ്ങളുടെ വഴക്കിനെ സുബ്ബ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആക്ഷേപിക്കുക എന്നാണ്. എന്താ അങ്ങനെ ചെയ്യുന്നത്, മനുഷ്യൻ പറയില്ലേ എന്ന് പറയലോ, ആ പറച്ചിലിനെയാണ് സുബ്ബ എന്ന് പറയുന്നത്. അങ്ങനെ അവർ ജനങ്ങൾ ആക്ഷേപിക്കല്ലോ എന്ന് ഭയപ്പെട്ടിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് അറിയോ, വലിയൊരു കുഴി ദൂരെ കുഴിച്ചിട്ട് അതിലേക്ക് വലിയ ദണ്ടുകൾ എടുത്തിട്ട് ഇവന്റെ മയ്യത്ത് ആ ദണ്ട് കൊണ്ട് ഇങ്ങനെ തോണ്ടി ഇങ്ങനെ കൊണ്ടുപോയി. അതിനെ പിടിക്കാനായിരിക്കും പറ്റുന്നില്ല. അങ്ങനെ ദൂരങ്ങളിലേക്ക് കുത്തി കൊണ്ടുപോയിട്ട് ആ കുഴിയിലേക്ക് അവർ തള്ളിയിടുകയാണ്. എന്നിട്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് മണ്ണിടാൻ പറ്റുന്നുണ്ടോ, അതും പറ്റുന്നില്ല. കല്ലുകൾ ഇങ്ങനെ എറിഞ്ഞു കണ്ട് ആ കുഴി ഇങ്ങനെ നിറച്ചു അവർ ദൂരെ നിന്ന് കണ്ട്. ഹത്താവാറൂഹു, അങ്ങനെ കല്ലിട്ട് നിറക്കുകയാണ് ചെയ്തത്. അബൂലഹബിന്റെ അന്ത്യം. പടച്ച തമ്പുരാൻ പ്രവാചകനെ തബ്ബല്ലക ലിഹാദാ ജമഅതന, ഇതിനാണോ ഞങ്ങളെ നീ വിളിച്ചു കൂട്ടിയത്, നിനക്ക് നാശം എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോൾ പടച്ച തമ്പുരാൻ പറഞ്ഞു തബ്ബത് യദാ അബീ ലഹബ് എന്ന് പറഞ്ഞ് അവനെ തിരിച്ചടിച്ചു. പിന്നെ അവനുണ്ടായ ദുരന്തം ഇതാണ്. ഈ അബൂലഹബ് ചെയ്യുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഉത്തൈബയും ഇതേ പ്രവർത്തനങ്ങളുമായി പോയി. റസൂലുള്ളാഹിനെ വിമർശിക്കുക, റിസാലത്തിനെ പരിഹസിക്കുക, അത് അദ്ദേഹത്തിന് ഒരു ഹോബിയായി. മഹാനായ ഇബ്നു അസ്സാക്കിർ അദ്ദേഹത്തിൻ്റെ താരീഖിലും അതുപോലെ തന്നെ ഇമാം ഹാക്കിം, അതുപോലെ ഇമാം ബൈഹഖി, ഇങ്ങനെയുള്ള നിരവധി മുഹദ്ദിത്തുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഒക്കെ ഉദ്ധരിക്കുകയാണ്. ഈ അബൂലഹബിൻ്റെ മകൻ ഉത്തൈബ ഒരിക്കൽ അബൂലഹബ് പറഞ്ഞു, നമുക്ക് സിറിയയിൽ കച്ചവടമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാമെന്ന്. അങ്ങനെ കച്ചവടത്തിന് പോകാൻ നിൽക്കുമ്പോൾ ഉത്തൈബ പറഞ്ഞ്, ഇല്ല, ഞാനിപ്പം അല്ല, എനിക്കൊരു പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പറഞ്ഞു. എന്താണ്? വല്ലാഹി ല അൻതലിഖന്ന ഇലാ മുഹമ്മദിൻ വല ഊദിയന്നഹു ഫീ റബ്ബിഹി സുബ്ഹാന, എനിക്ക് മുഹമ്മദിനെ ഒന്ന് കാണണം, എന്നിട്ട് അവൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽ അവനെ ഒന്ന് കൈകാര്യം ചെയ്യണം, എനിക്ക് അവനൊരു പണി കൊടുക്കണം എന്ന് പറഞ്ഞ് ഉതൈബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കേക്ക് വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, മുഹമ്മദ് നീ പറയാറുണ്ടല്ലോ സുമ്മ ദനാ ഫതദല്ല, നീ മിഅ്റാജിനൊക്കെ പോയപ്പോൾ ആകാശത്ത് എന്നിട്ട് വില്ലിനോടടുത്തതുപോലെ അവിടെ അടുത്തു എന്നൊക്കെ പറയാറുണ്ടല്ലോ നീ, ഞാൻ അതിനെ നിഷേധിക്കുന്നു. കാബ കൗസൈനി ഔ അതിനാ എന്ന് നീ പറയുന്നുണ്ടല്ലോ, അതൊക്കെ നീ കള്ളം പറയാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിയെ പരിഹസിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബഅസ് ഇലൈ കൽബൻ മിൻ കിലാബിക്, പടച്ചവനെ ഇവനിലേക്ക് നിന്റെ മനുഷ്യന്മാരെ ആക്രമിക്കുന്ന ജീവികളായ നായകൾ ഏതെങ്കിലും ഒന്നിനെ വിട്ടുകൊണ്ട് ഇവനെ കൈകാര്യം ചെയ്യണമേ, അത്രയും ഷെറുണ്ടാക്കുന്നു ഈ ചെക്കൻ. അങ്ങനെ അദ്ദേഹം തിരിഞ്ഞു, അദ്ദേഹത്തിൻ്റെ പിതാവ് അബൂലഹബിൻ്റെ അരികിലേക്ക് ചെന്നു, അബൂലഹബിനോട് സംഭവങ്ങൾ വിവരിച്ചു. അപ്പോൾ അബൂലഹബ് പറഞ്ഞു, എന്താണ് മുഹമ്മദിന് എന്നോട് മറുപടി പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് പറഞ്ഞത് അല്ലാഹുമ്മ സ്വല്ലിത് അലൈ കൽബൻ മിൻ കിലാബിക്, പടച്ചവനെ നിന്റെ നായകളിൽ നിന്ന് ഒരു നായനെ എൻ്റെ പേരിൽ അയക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അബൂലഹബ് പറഞ്ഞു, എടാ
വല്ലാഹി മാ ആമനു അലൈക ദുആഹു. പക്ഷെ മുഹമ്മദ് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ അത് പ്രശ്നമാണ്, എനിക്ക് പേടിയാകുന്നു. നാം ആലോചിക്കണം, ഒരു കൊടിയ മുശ്രിക്കായ അബൂലഹബിന് പോലും റസൂലുള്ളാന്റെ പ്രാർത്ഥന പേടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ അബൂലഹബും തൻ്റെ മകനും സിറിയയിലേക്ക് പോവുകയാണ്. അങ്ങനെ സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുമ്പോൾ ഒരു വഴിയിൽ വെച്ചുകൊണ്ട് ഒരു പുരോഹിതൻ്റെ ആരാധനാലയത്തിൽ പ്രവേശിക്കുകയാണ്. അവിടെ ചെന്നുകൊണ്ട് യാത്രയിലാണ്, അവർ വിശ്രമിക്കാൻ എന്ന തോതിൽ അവിടെ ഇറങ്ങും. ആ സമയത്ത് ആ പുരോഹിതൻ ചോദിക്കുകയാണ്, യാ മാഷറൽ അറബ് മാ അൻസലക്കും ഹാദിഹിൽ ബിലാദ്. ഓ അറബികളെ, എന്താ നിങ്ങൾ ഇവിടെ ഇറങ്ങാൻ കാരണം? ഫഇന്നഹാ തസ്റഹുൽ അസദു ഫിയാ കമാ തസ്റഹുൽ ഗനം. ഇവിടെ ആടുകൾ മേഞ്ഞു നടക്കുന്നത് പോലെ സിംഹങ്ങൾ ഇതിലെ മേഞ്ഞു നടക്കാറുണ്ട് കേട്ടോ, എന്തിനാ നിങ്ങൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് എന്ന് ചോദിച്ചു അദ്ദേഹം. ആ സമയത്ത് അബൂലഹബ് പറയാണ്, ഇന്നക്കും കത് യാത്രാ സംഘത്തോട് പറ, ഇന്നക്കും കത് അറഫ്തും കിബറ സിന്നി വഹഖി. ഞാൻ വലിയ വയസ്സായ ആളാണ് കേട്ടോ. ഇന്ന ഹാദർ റജുല ഖദ് ദആ അലാ ഇബ്നി ദഅവ. എൻ്റെ മകനെതിരെ ഈ മുഹമ്മദ് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ, അവനൊരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. വല്ലാഹി മാ ആമനു അലൈ. എനിക്ക് പേടിൻ്റെ ആ പ്രാർത്ഥന കാരണം എന്തെങ്കിലും എൻ്റെ മകന് പറ്റുമോന്ന് പേടി എനിക്കുണ്ട്. ആ സമയത്ത് അവരെല്ലാവരും കൂടി എന്താ ചെയ്യുന്നത്? ഈ പുരോഹിതന്റെ ആരാധനാലയത്തിന്റെ അടിയിൽ ഒരുമിച്ച് കൂടുക. എന്നിട്ട് അബൂലഹബ് പറയാണ്, ഫഫ്രിശൂലി ഇബ്നി അലൈഹ സുമ്മ അഫ്രിശു ഹൗലഹ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എൻ്റെ മകന് വേണ്ടി പ്രത്യേകം സ്ഥലം തയ്യാറാക്കുക, നമ്മുടെ ചരക്കുകളൊക്കെ മേൽക്കുമേലെ വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു മൃഗത്തിനും അവനെ പിടിക്കാൻ പറ്റാത്ത രൂപത്തിൽ നിങ്ങൾ സുരക്ഷിതരായിട്ട് എൻ്റെ മോനെ കൈകാര്യം ചെയ്യണം കേട്ടോ. അങ്ങനെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുക, ഫലമ്മാ ലം യജിദു മാ യുരീദു തഖബ്ബല ഫവത എന്ന് പറഞ്ഞാൽ, വരുന്നു സിംഹം വരുന്നു നട്ടപ്പാതിരക്ക്. സിംഹം വന്നിട്ട് എല്ലായിടത്തും അത് മണത്തു നോക്കുന്നു, ആരെയും അതൊന്നും ആക്രമിക്കുന്നില്ല, അതിന് തപ്പി നോക്കുന്നതിനെ കിട്ടുന്നില്ല. അവസാനം ഈ ചരക്കിൻ്റെ ഏതോ ഭാഗത്ത് വളരെ സുരക്ഷിതമായിക്കൊണ്ട് അബൂലഹബിൻ്റെ മകനുണ്ട്, അവിടേക്കത് ചാടി വീഴുന്നു, അവൻ്റെ തല അത് കടിച്ച് പിളർത്തി കളയുന്നു. നോക്കൂ നിങ്ങൾ, നിരവധി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ സംഭവമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിനെ പരിഹസിക്കാനും കളിയാക്കാനും ചെന്നവൻ പടച്ച തമ്പുരാന്റെ അതിശക്തമായ തിരിച്ചടിക്ക് വിധേയനാവുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത്, റിസാലത്ത് എന്നുള്ളത്, നുബൂവത്ത് എന്നുള്ളത് നമുക്ക് കളിക്കാൻ പറ്റിയ സംഭവമല്ല, അതിഭീകരമാണത്. നമ്മൾ അതിനെ കൃത്യമായി പരിഗണിച്ചില്ലെങ്കിൽ, പ്രവാചകന്റെ ഓരോ വചനങ്ങളെയും നമ്മൾ കൃത്യമായി കാണുന്നില്ല എങ്കിൽ, ഖുർആനിന് നമ്മൾ നൽകുന്ന വില എന്താണോ ആ വില തന്നെ പ്രവാചകന്മാർക്കും നൽകേണ്ടതുണ്ട്. കാരണം എന്താ? മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹ. വഹ്യല്ലാതെ നബി പറയില്ല. ഖുർആൻ പാരായണം നമുക്ക് ഇബാദത്താണ്, എന്നാൽ അതുപോലെ ഇബാദത്തായി ഹദീസ് പാരായണം വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഏതായിരുന്നാലും റിസാലത്തിനെ സംബന്ധിച്ച് അതിനെ എതിർക്കാൻ പോയാൽ അത് പണിപ്പാളും എന്ന് നമ്മളുടെ മനസ്സിൽ ആ ഒരു ബോധമുണ്ടാവണം. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റിസാലത്തിനെ വിവരിച്ചത്, അതുപോലെ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി റിസാലത്തിനെ വിവരിച്ചത് എങ്ങനെയാണ് എന്ന് നമുക്കത് പരിശോധിച്ച് നോക്കാം. ഇബ്നു തൈമിയ്യയുടെ ഫതാവ മജ്മൂ ഫതാവയിൽ കാണാം, അർ-റിസാലത്തു ലറൂരിയത്തുൻ ലിൽ ഇബാദ്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ പ്രവാചകനാവുക എന്നുള്ള ദൗത്യവും അവരതിലൂടെ നിർവഹിക്കുന്ന പ്രോഗ്രാമുകളും അത് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് വളരെ അത്യാവശ്യമാണ്. വഹാജത്തുഹും ഇലൈഹാ ഫൗക ഹാജതിഹിം ഇലാ കുല്ലി ശൈ. നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതിലേറെ വലുതാണത്. ഇപ്പോൾ ഇന്ന് നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട്? രാത്രി ഭക്ഷണം വേണം, ഉച്ചക്ക് വേണം, രാവിലെ വേണം. ഈ ഒന്നുമില്ലെങ്കിൽ ഒരു നേരെങ്കിലും നമുക്ക് ഭക്ഷണം കിട്ടണം. എല്ലാ ദിവസവും കിട്ടിയില്ലേ, 2 ദിവസം വരെയൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയും. എന്തായിരുന്നാലും ഭക്ഷണമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഓക്സിജൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ നമ്മുടെ ഓക്സിജൻ ശ്വസിക്കുന്നതിനേക്കാൾ, നാം ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും നമുക്ക് ആവശ്യമാണ് റിസാലത്തിനെ സ്വീകരിക്കുക എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, നമ്മൾ മരണപ്പെട്ട ഖബറിൽ കിടന്നാൽ
പ്രവാചകൻ കൊണ്ടുവന്ന റിസാലത്തിനെ നമ്മൾ സ്വീകരിച്ചില്ല എങ്കിൽ നമ്മളെ ജീവനോടെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഉണ്ടാവുക? അതിലേറെ ഭീകരമാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കുക, പ്രവാചകന്റെ നുബൂവത്ത് എന്ന് പറയുന്ന ഈ ഉത്തരവാദിത്തത്തിലൂടെ ഭൂമിയിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടത് എന്ന കൃത്യമായ ചിത്രം പ്രവാചകൻ വിവരിച്ചത് അത് അതേപോലെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നില്ല എങ്കിൽ, പ്രവാചകൻ കൊണ്ടുവന്ന റിസാലത്ത് എനിക്ക് വിഷയമല്ല, ഞാൻ തോന്നിയതുപോലെ പോകുന്നു എന്നാണെങ്കിൽ, നമ്മുടെ മനസ്സിൽ ആ രൂപമാണെങ്കിൽ, നാം ജീവനോടെ ഖബറിൽ വെച്ച് ഖബറടക്കപ്പെട്ട് മണ്ണൊക്കെ ഇട്ട് മൂടിക്കഴിഞ്ഞാൽ ആ ഖബറിൽ നമ്മൾ കിടക്കുമ്പോൾ ഉള്ള പ്രയാസമുണ്ടല്ലോ, ഒരു ജീവനുള്ള മനുഷ്യനെ മൂടിയാൽ അതിലേറെ വലിയ പ്രയാസമാണ്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത്, നിങ്ങൾക്ക് ഓക്സിജൻ ശ്വസിക്കുന്നതിനേക്കാൾ വലുതാണ് പ്രവാചകന്റെ റിസാലത്തിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്, അത് നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത്. അപ്പൊ റിസാലത്തിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് അവസരമുണ്ടാവാറില്ല, നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മളും നമ്മുടെ വളർന്നു വരുന്ന പ്രത്യേകിച്ച് ടീനേജ് പ്രായക്കാരായ മദ്രസ വിട്ട കുട്ടികൾ, അവരെ പ്രത്യേകം ഈ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുമാണ്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയാം, വറിസാലത്തു റൂഹുൽ ആലം വഹയാതുഹു. റിസാലത്ത് എന്നുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ ജീവനാണ്, ആത്മാവാണ്. വനൂറുഹു, ഇതിന്റെ പ്രകാശവുമാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ റിസാലത്ത് എന്ന് പറയുന്ന ദൗത്യം, നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും മുഹമ്മദ് നബി എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുക, അങ്ങനെ ചെയ്യാമെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുക എന്നുള്ളത് ഈ ലോകത്തിൻ്റെ ജീവനാണ്, ലോകത്ത് നിൽക്കാനുള്ള ജീവനാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് നന്മയാണോ ഇവിടെ ഉള്ളത്? ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവനാണ് പോയി, പിന്നെന്താ ഉള്ളത്? കുറച്ച് നാൾ കഴിഞ്ഞാൽ സ്മെല്ല് വരും, ശരീരം എഴുകിപ്പോവും. അതിലേറെ ദുരന്തമാണ് റിസാലത്ത് എന്ന് പറയുന്ന ദൗത്യം നിങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ, അത് നിർവഹിക്കുന്നില്ലെങ്കിൽ, അത് നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ഫദ്ദുന്യാ മുള്ളിമത്തും മൽഊനത്തുൻ ഇല്ലാ മാ തലഅത് അലൈഹി ശംസുർ റിസാല. ഈ ദുനിയാവ് ഇരുട്ടറയാണ്. എപ്പോൾ റിസാലത്തിന്റെ സൂര്യൻ ഈ ദുനിയാവിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ഈ ദുനിയാവ് ഇരുട്ടറയാണ്, ഇരുട്ടിൽ തപ്പിത്തടയുന്ന സാഹചര്യം ഉണ്ടാവും നിങ്ങൾക്ക്. കദാലിക്കൽ അബ്ദു മാലം തുശ്രിക് ഫീ ഖൽബി ശംസുർ റിസാല ഫഹുവ ഫീ ളുൽമത്തിൻ വഹുവ മിനൽ അംവാത്. ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് പ്രവാചകൻ കൊണ്ടുവന്ന റിസാലത്ത്, അവന്റെ മനസ്സിലേക്ക് ആ പ്രകാശം വന്നില്ലെങ്കിൽ അവൻ മരണപ്പെട്ടവരിൽപ്പെട്ടവനാണ്, മയ്യത്താണ്. പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ സ്വന്തമായി പറയല്ല, അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ് കമൻ മതലുഹു ഫിൽ ളുലുമാതി ലൈസ ബിഖാരിജിൻ മിൻഹാ. അല്ലാഹ് പറയുന്നത്, മരിച്ച മനുഷ്യൻ, അവന് നാം ജീവൻ നൽകി, അവന് നാം പ്രകാശം നൽകി, ആ പ്രകാശം കൊണ്ട് അവൻ ജനങ്ങൾക്കിടയിൽ സഞ്ചരിക്കുന്നു. അവൻ ഇരുട്ടറയിൽപ്പെട്ട, റിസാലത്തിനെ സ്വീകരിക്കാത്ത, പ്രവാചകൻ കൊണ്ടുവന്ന സന്ദേശം ഉൾക്കൊള്ളാത്ത ഇരുട്ടിൽപ്പെട്ടവനെ പോലെയല്ലല്ലോ. അള്ളാഹു വ്യക്തമായി പറയാം. എതിർവാനവറുകൾ പറയുന്നത്, ഫഹാസ വസ്ഫുൽ മുഅ്മിൻ. ഇത് മുഅ്മിനെ കുറിച്ച് അള്ളാഹു വർണ്ണിക്കുകയാണ്. അവന് റിസാലത്ത് എന്ന് പറയുന്ന പ്രകാശം കിട്ടിയപ്പോൾ അതിലൂടെയാണ് അവൻ മുന്നോട്ട് പോയത്. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം റിസാലത്ത് എന്ന് പറയുന്ന വിഷയത്തെ ഞാൻ നേരത്തെ പറഞ്ഞു, 200 ചില്ലാനം വിഷയങ്ങൾ റിസാലത്ത് എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ഡിത ലോകം ചർച്ച ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ സ്വല്പമെങ്കിലും നമ്മൾ പഠിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയുമാണ് വേണ്ടത്. അതുപോലെ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ അവിടുത്തെ സാദുൽ മആദിൽ പറഞ്ഞു, വമിൻ ഹാഹുനാ തഅലമു ഇൽതിറാറുൽ ഇബാദി ഫൗക കുല്ലി ളറൂറത്തിൻ ഇലാ മഅരിഫത്തിർ റസൂൽ. റിസാലത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യമാണ്, ഒരു മനുഷ്യൻ റസൂലിനെ കുറിച്ച് പഠിക്കൽ, അദ്ദേഹം കൊണ്ടുവന്ന സന്ദേശങ്ങളെ കുറിച്ച് പഠിക്കൽ അവന് അത്യന്താപേക്ഷികമാണ്, അവന് നിർബന്ധമാണ്. ഒരിക്കലും അവൻ അതിൽ നിന്ന് മാറാൻ പറ്റില്ല, അതിനെ 2 കൈയും നീട്ടി സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഫഇന്നഹു ലാ സബീല ഇല സആദതി വൽ ഫലാ ലാ ഫി ദുനിയ വലാ ഫിൽ ആഖിറ.
ഈ റിസാലത്ത് സ്വീകരിക്കാതെ, അത് കൃത്യമായി പഠിക്കാതെ, അത് പ്രാവർത്തികമാക്കാത്ത ഒരു മനുഷ്യനും ദുനിയാവിലും പരലോകത്തും വിജയമേയില്ല. വലാ സബീല ഇലാ മഅരിഫത്തി ത്വയ്യിബി വൽ ഖബീഥി അല തഫ്സീലി ഇല്ലാ മിൻ ജിഹത്തിഹിം. നല്ലതെന്താണ് ചീത്ത എന്താണ് എന്ന് വ്യക്തമായി പഠിക്കണമെങ്കിൽ പ്രവാചകന്റെ റിസാലത്തിലൂടെയല്ലാതെ നമുക്ക് സാധ്യമല്ല. വലാ യനാലു റിളല്ലാഹി അൽ ബത്ത ഇല്ലാ അലാ അയ്ദിഹിം. പ്രവാചകന്മാരിലൂടെയല്ലാതെ അള്ളാഹുവിന്റെ തൃപ്തി കരഗതമാക്കാൻ ഒരു മാർഗവുമില്ല. ഫത്വയ്യിബു മിനൽ അഅമാലി വൽ അഖ്വാലി വൽ അഖ്ലാഖ് ലൈസ ഇല്ലാ ഹദിയുഹും വമാ ജാഊ ബിഹി. എന്തെല്ലാം നല്ല വാക്കുകളുണ്ടോ, എന്തെല്ലാം നല്ല പ്രവർത്തികളുണ്ടോ, എന്തെല്ലാം നല്ല സ്വഭാവങ്ങളുണ്ടോ, അതെല്ലാം പ്രവാചകന്മാരുടെ വാക്കുകളിലൂടെ, പ്രവാചകന്മാരുടെ പ്രവർത്തികളിലൂടെ, പ്രവാചകന്മാരുടെ സ്വഭാവങ്ങളിലൂടെയുള്ളത് മാത്രമേ നല്ലതാകൂ. വഹുമുൽ മീസാനുർ റാജിഹുല്ലസി അലാ അഖ്വാലിഹിം വഅമാലിഹിം. അവരാണ് നമ്മുടെ അളവുകോൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവസാനത്തെ പ്രവാചകൻ. ആ പ്രവാചകന്റെ റിസാലത്താണ് നമ്മുടെ വാക്കുകളിലെയും പ്രവർത്തികളിലെയും സ്വഭാവ രൂപീകരണത്തിലെയും അളവുകോൽ. മാത്രമല്ല തൂസനുൽ അഖ്വാലു വൽ അഖ്ലാഖു വൽ അഅമാൽ. പ്രവാചകൻ കൊണ്ടുവന്ന ത്ലാസ് കൊണ്ടാണ് മനുഷ്യന്മാരുടെ നന്മകളും അതുപോലെ തന്നെ ചീത്തയാണ് എന്നതുമൊക്കെ കൃത്യമായി അളന്നു നോക്കി തൂക്കി നോക്കി വിലയിരുത്തപ്പെടുന്നത്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, നിങ്ങൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞതുപോലെ റിസാലത്ത് എന്ന് പറയുന്ന ജീവൻ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ മരണപ്പെട്ടവരായി പ്രഖ്യാപിക്കുക എന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. എത്രമാത്രം ഒരു മനുഷ്യൻ പ്രവാചകന്റെ നുബൂവത്തിന് റിസാലത്തിന് ഒരു മനുഷ്യൻ പഠിക്കുന്നില്ല, അത് ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ അവൻ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് വലിച്ചിട്ട മത്സ്യത്തെ പോലെയാണ്. മിഖ്ലാത്തിൽ വെക്കപ്പെട്ട മത്സ്യം. മിഖ്ലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മീൻ പൊരിക്കണ ചട്ടി ഉണ്ടല്ലോ, അതിലേക്കൊരു മത്സ്യത്തിട്ട എന്താ അതിൻ്റെ അവസ്ഥ? അതുപോലെയാണ് നമ്മൾ പ്രവാചകന്മാരുടെ റിസാലത്തിനെ ഉൾക്കൊള്ളാത്തവരും അതിനെ പഠിക്കാത്തവരുമെന്ന് മഹാനവറുകൾ പറയാം. അപ്പോൾ പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾ അവഗണിച്ച മനുഷ്യന്മാരുടെ അവസ്ഥ ഇത് തന്നെയാണ് എന്ന്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, റിസാലത്ത് എന്താണ് എന്ന് പോലും നമ്മൾക്കറിയില്ല. എന്തൊക്കെയാണ് അത് സംഭവം? നബി, റസൂൽ എന്നൊക്കെ പറയുന്നത് എന്താണ് അതിലൊക്കെ ഉള്ളത്? അവിടേക്കൊന്നും നമുക്ക് എത്താൻ പറ്റുന്നില്ല. നിർബന്ധമായി നമ്മളത് പഠിക്കേണ്ടതുണ്ട്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തന്റെ മജ്മൂ ഫതാവയിൽ പറയാം, ഖസ്സല്ലാഹു അലൈനാ അഖ്ബാറൽ ഉമമിൽ മുകദ്ദിബത്തി ലിർറുസുൽ. പ്രവാചകന്മാർ, മുൻ പ്രവാചകന്മാരെ കളവാക്കിയ ആ ആളുകളുടെ ചരിത്രം അള്ളാഹു നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നിരിക്കുന്നു. എന്തിനാണത് പറഞ്ഞു തന്നത് നമ്മൾ പഠിക്കണം. വമാ സാറത്ത് ഇലൈഹി ആഖിബത്തുഹും വഅബ്ഖാ ആസാറഹും വദിയാറഹും ഇബ്റത്തൽ ലിമൻ ബഅദഹും വമൗഇള. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ജനങ്ങളെ പടച്ച തമ്പുരാൻ കൈകാര്യം ചെയ്യുകയും എന്നിട്ട് അവരുടെ വീടുകളുടെയും അവരുടെ പ്രദേശങ്ങളുടെയും അവശിഷ്ടങ്ങൾ അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഇബ്റത്തൽ ലിമൻ ബഅദഹും. ആ പ്രവാചകന്മാരുടെ പിൻഗാമികളായി വന്ന ആളുകൾക്ക് ചിന്തിക്കാൻ വേണ്ടി. സ്വാലിഹ് അലൈഹിസ്സലാമിന്റെ ജനതയെ പടച്ച തമ്പുരാൻ കൈകാര്യം ചെയ്തു. ശുഐബ് അലൈഹിസ്സലാമിന്റെ ജനതയെ അള്ളാഹു കൈകാര്യം ചെയ്തു. മൂസ അലൈഹിസ്സലാമിന്റെ ജനത, ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി, ഇവരൊക്കെ അള്ളാഹു തആല വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ഇബ്റത്തൽ ലിമൻ ബഅദഹും വമൗഇള. പിൻഗാമികളായ ആളുകൾക്ക് ചിന്തിക്കാനും ഉപദേശം ലഭ്യമാവാനും വേണ്ടിയാണ്. അതാണ് നമ്മൾ റിസാലത്ത് എന്ന ഭാഗം നമ്മൾ ചർച്ചയ്ക്ക് പോകുമ്പോൾ ഈ കഴിഞ്ഞ പ്രവാചകന്മാരെ, ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി വരെയുള്ള പ്രവാചകന്മാരുടെ ഡീപ്പായ ചരിത്രങ്ങളും ആ ജനതക്ക് സംഭവിച്ച ദുരന്തങ്ങളുമൊക്കെ കൃത്യമായി പതുക്കെ പതുക്കെ പഠിച്ചു പോകും നമ്മൾ. എന്തിനു വേണ്ടി? ഇബ്റത്തൻ, നമുക്കൊരു ഉത്ബോധനം ലഭ്യമാവാൻ, ചിന്തിക്കാൻ, അതുപോലെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ. എന്നിട്ട് ഇബ്നു തൈമിയ്യ പറയാം, വകദാലിക മസഖ മസഖ ഖിറദതൻ വഖനാസിറ. പടച്ച തമ്പുരാൻ അമ്പിയാക്കന്മാരെ കളവാക്കിയ ആളുകളെ പലരെയും പന്നികളാക്കി മാറ്റി, പലരെയും കുരങ്ങന്മാരാക്കി മാറ്റി. കാരണം ലി മുഖാലഫതിഹിം ലി അംബിയായിഹിം,
അവരുടെ പ്രവാചകന്മാരുടെ റിസാലത്തിന് അവർ എതിരായത് കൊണ്ട് വകദാലിക മൻ ഖസഫ ബിഹി വഅർസല അലൈഹിൽ ഹിജാറ മിനസ് സമാ. ചില ആളുകൾ അല്ലാഹു തആല ഭൂമിയിൽ ആഴ്ത്തി, ചില ആളുകളുടെ തലയിലേക്ക് അല്ലാഹു വാനലോകത്തിൽ നിന്ന് കല്ല് മഴ വർഷിപ്പിച്ചു. ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നദിയിൽ, പുഴകളിൽ, വെള്ളങ്ങളിൽ മുക്കിക്കൊത്തുകയുണ്ടായി. വഅർസല അലൈഹി സ്വൈഹത. പല ആളുകൾക്കും അല്ലാഹു ഭീകരമായ ശബ്ദം, ഇടിമുഴക്കത്തിലൂടെ അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞു. ഇന്നമാ ദാലിക ബിസബബിഹിം ലിമുഖാലഫതിഹിം ലിറുസുലിഹിം വയറാദിഹിം. അവരുടെ പ്രവാചകന്മാരെ അവർ കളവാക്കി, പ്രവാചകന്മാർക്ക് എതിരായി. അതുകൊണ്ടാണ് ഒരുപാട് ഘോഷയാത്ര തന്നെ അദാബിൻ്റേത് നമുക്ക് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പ്രവാചകൻ എന്ത് ചെയ്തു അവിടെ നിൽക്കുക എന്നുള്ളതാണ്. ആ ഒരു ബോധത്തിലേക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിന് വരാൻ കഴിയുന്നുണ്ടോ, കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ മുഹമ്മദ് നബി എന്താ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം എന്ന് ജനങ്ങൾ പറയില്ല. സാധാരണ ഇതിൽ എന്താ പറയാറില്ല, നമ്മൾ ഉസ്താദ് എന്താ പറയുന്നത് നോക്കാറ്. ഉസ്താദ് പറഞ്ഞാൽ മതി. ഉസ്താദിനോട് ഇത് റസൂല് പഠിപ്പിച്ചതാണോ എന്ന ചോദ്യമല്ല. അപ്പോൾ വേറൊരാൾ ഇപ്പറന്ന് പറയാം റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാം. അപ്പം എന്താ പറയുക, റസൂല് പറഞ്ഞു എന്ന് പറയുന്ന ആളുകൾ ലാലും മുല്ലില്ലാണ് എന്നാണ് നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നത്. വളരെ ഭീകരമായ ഒരവസ്ഥയാണ് ഇസ്ലാമിൻ്റെ വിശ്വാസ മേഖലയിൽ. അതിഭീകരമായ ദുരന്തമാണിത്. ഈമാൻ കാര്യം നമ്മൾ 6 പഠിക്കുമ്പോൾ അതിൽ 3-ാമത്തേതായിട്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്, റസൂലിലുള്ള വിശ്വാസം എന്നുള്ളത്. ആ റസൂലിലുള്ള വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ആളുകൾക്ക് റസൂലിൽ എല്ലാവരും വിശ്വസിക്കുന്നത്. അവർക്ക് അവരുടെ ശൈഖ് പറഞ്ഞാൽ മതി, അവരുടെ നേതാക്കൾ പറഞ്ഞാൽ മതി. നാളെ പരലോകത്ത് ഇതിൻ്റെ ദുരന്തം എന്താണെന്നറിയൂ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫുർഖാനിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 27 മുതലുള്ള വചനങ്ങൾ നോക്കിയാൽ കാണാം. അല്ലാഹ് പറയാ, യൗമ യഅല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ. ഈ ലോകത്ത് ജീവിക്കാനുള്ള ക്രമം തെറ്റിച്ച ആളുകൾ നാളെ പാരത്രിക ലോകത്ത് അവൻ സങ്കടം താങ്ങാനാവാതെ അവൻ്റെ 2 കൈയും വായിലിട്ട് കടിക്കും അവൻ. എന്നിട്ട് അവൻ കരഞ്ഞ് നിലവിളിക്കും. എന്നിട്ട് അവൻ പറയാൻ എന്താരോ, യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല യാ ലൈതനി തഖദ്തു മഅർ റസൂലി സബീല. ഞാൻ പ്രവാചകനോട് കൂടി ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ, ഞാൻ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ എൻ്റെ പ്രവാചകൻ ചെയ്തിട്ടുണ്ടോ എങ്കിൽ റെഡി. ഈ ആരാധന ഇങ്ങനെയാണോ പ്രവാചകൻ ചെയ്തത്, ശരി, ഞാൻ അങ്ങനെ ചെയ്യുന്നു. പ്രവാചകൻ ചെയ്തിട്ടില്ലേ, ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. പ്രവാചകന്റെ ഭാര്യമാരും സഹോദരിമാരും പെമ്മക്കളും ഒക്കെ പള്ളിയിലേക്ക് ജുമാ ജമാഅത്തിന് പോയിട്ടുണ്ടോ, ഉണ്ട്, എങ്കിൽ ഞാനും പറഞ്ഞേക്കും. ഇല്ലേ, ഞാൻ പറഞ്ഞേക്കില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള തഹ്ലീൽ ഉറക്കെ ചെല്ലുക. അതുപോലെ തസ്ബീഹും തക്ബീറും ഒക്കെ ചൊല്ലിയിട്ട് വലിയ സൗണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ട് മോമിയങ്ങളൊക്കെ കൂടെ ആമീൻ പറഞ്ഞിരുന്നോ, എങ്കിൽ ഞാനും അങ്ങനെ ചെയ്യും. ഇല്ലേ, നബി അങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഇല്ലെങ്കിൽ ഞാനും അങ്ങനല്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളും പ്രവാചകൻ തൻ്റെ സഹാബാക്കൾക്ക് വെള്ളിയാഴ്ച ജുമാക്ക് ഖുതുബ പറഞ്ഞു കൊടുക്കുമ്പോൾ ഗ്രാഹ്യമല്ലാത്ത ഭാഷയിൽ പ്രവാചകൻ ഖുതുബ പറഞ്ഞു കൊടുത്തിരുന്നോ, ഇല്ല, എങ്കിൽ ഞാനും പറയില്ല. ജനങ്ങൾക്ക് ഗ്രാഹ്യമായ മനസ്സിലാകുന്ന ഭാഷയിലാണ് ഖുതുബ പറഞ്ഞു കൊടുത്തത്, എന്നാ അങ്ങനെ തന്നെ ഞാനും ഖുതുബ പറയുള്ളൂ എന്ന ഒരു ചിന്ത. അതാണ് യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീല. ഞാൻ നബിയോട് കൂടി ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ. എന്ത് കാര്യങ്ങളാണെങ്കിലും, എന്ത് വിശ്വാസപരമായോ കർമ്മപരമായോ എന്ത് കാര്യമാണെങ്കിലും നബി ഇതെന്താ ചെയ്തിട്ടുള്ളത് എന്ന് ചിന്തിക്കാനും ചോദിക്കാനുമുള്ള ഒരു മൈൻഡ് നമ്മുടെ മനസ്സിലുണ്ടായാൽ നമ്മൾ ഈ റിസാലത്തിനെ സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കണം. ആ ഒരു ബോധം നമ്മളുണ്ടായാൽ റിസാലത്തിനെ നമ്മൾ അംഗീകരിച്ചു. അതില്ല എങ്കിൽ ഈ ഗതികേടാണ് വരിക. 2 കൈയും വായിട്ട് കടിച്ച് നിലവിളിക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്നിട്ട് അവൻ പറയും യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. ഇന്നാലിന്ന നേതാക്കന്മാരെയും വ്യക്തിത്വങ്ങളെയും ഞാൻ എൻ്റെ സ്വന്തക്കാരായി, എൻ്റെ സ്നേഹിതന്മാരായി ഞാൻ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ നിലവിളിക്കുമ്പോൾ അള്ളാന്റെ റസൂൽ പരലോകത്ത് എന്താ പറയാറിയോ, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അള്ളാന്റെ റസൂൽ പരലോകത്ത് വന്നിട്ട് പറയും, പടച്ചവനെ, എൻ്റെ ജനത ഈ ഖുർആനിനെ തള്ളി റബ്ബേ. ഈ ഖുർആനെ ഞാൻ അവർക്ക് വിവരിച്ചു കൊടുക്കുന്നതല്ല അവർ കേൾക്കാൻ തയ്യാറായത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ
നമ്മെ കൈയൊഴിയുന്ന സാഹചര്യം നാളെ പരലോകത്ത് വരാൻ പോവുകയാണ്. മാത്രമല്ല അല്ലാഹ് പറഞ്ഞു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ആരെങ്കിലും അല്ലാഹുവിൻ്റെ പ്രവാചകന് എതിര് നിന്നാൽ, അവന് സന്മാർഗം വ്യക്തമായതിന് ശേഷം എതിര് നിന്നാൽ, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടെ മാർഗം അല്ലാത്ത മാർഗം പിൻപറ്റുകയും ചെയ്താൽ, അതായത് റസൂലുള്ളാഹിയും സഹാബത്തും താബീകളും തബഉ താബീകളും എന്ത് മാർഗമാണോ സ്വീകരിച്ചത് ആരാധനാ കാര്യങ്ങളിൽ. ഇപ്പൊ നമ്മളുടെ ഇടയിൽ ഇപ്പൊ ഈ ചർച്ച കേൾക്കുന്ന, ഈ ചർച്ച അവതരിപ്പിക്കുന്ന ഞാൻ എന്താണ് വിശ്വാസപരമായും കർമ്മപരമായും വെച്ച് പുലർത്തുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അതേപോലെ നിങ്ങളും എന്താണ് വെച്ച് പുലർത്തുന്നത് എന്നറിയാം. നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള എന്താണ്, ഞാൻ ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും, ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ നമുക്ക് ചികിത്സ ഉണ്ട്, അപ്പൊ അതിന് ആരാധനാപരമായ ചികിത്സ ഉണ്ട്. അതായത് എന്താ, റുഖിയ ശർഇയ്യ. അപ്പോൾ ഒരാൾ പറയാം, ഞാൻ ഒരു പ്രയാസമുണ്ടായാൽ ഫാത്തിഹ സൂറത്ത് ഓതി മന്ത്രിക്കും. ഒരാൾ പറയുന്നു, ഞാൻ അതുപോലെ കുല്ലു അല്ലാഹു കുല്ല അറബിൽ ഫലക് കുല്ല അറബിൻ നാസ് മോദി മന്ത്രിച്ച് ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ റുഖിയ ശർഇയ്യ നടത്തിയിട്ട് ഞാൻ ചികിത്സ നടത്തും എന്ന് പറയുമ്പോൾ അതിനെ വിമർശിക്കുന്നവരോട് നമുക്ക് എന്താ പറയാനുള്ളത്, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചെന്നു, അത്രയേ ഉള്ളൂ. ഇവിടെ ഖത്തർ ഗവൺമെന്റിന്റെ വസാറയുടെ 34-ാം നില ഫുള്ളും റുഖിയ ശർഇയ്യ നടത്താൻ വേണ്ടിയുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പണ്ഡിതന്മാരുടെ ഓഫീസാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെല്ലാം മേഖലയിൽ എന്തെല്ലാം പഠിപ്പിച്ചോ അതൊക്കെ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അതേ സ്ഥാനത്ത് ഈ കേൾക്കുന്ന നിങ്ങളുടെയും അതുപോലെ എൻ്റെയും കൂടെ തന്നെ നമ്മുടെ നാട്ടിലും നമ്മോടൊപ്പവും ഒക്കെ പല ആളുകളുമുണ്ട്. അവർക്ക് എന്താണ് ഈ മേഖലയിലൊക്കെ ഉള്ളത്, ഒരു ചികിത്സ നടത്തുകയാണെങ്കിൽ മുട്ടറുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നാളികേരം കൊണ്ടുവരിക, എന്നിട്ട് ആ നാളികേരം കൊണ്ടുവന്നിട്ട് അതിന്മേലെ ഒരു തിരി കത്തിച്ചു വെക്കുക, എന്നിട്ട് ആ ഒരു മനുഷ്യൻ്റെ തലമുകളിൽ നിന്ന് കാല് വരെ ഇങ്ങനെ കൊണ്ടുവരിക, എന്നിട്ട് അതൊരു മരക്കഷ്ണത്തിൽ വെച്ചിട്ട് ഒറ്റ വെട്ടുക. 2 കഷ്ണമായി പോയാൽ, ചെതറലൊന്നുമില്ലാതെ 2 കഷ്ണമായാൽ രോഗം സുഖമായി, അതുപോലെ എല്ലാ പിശാച്ചും പോയി എന്നാ. ഇസ്ലാമിലുണ്ടോ? ഇല്ല. എന്നാൽ ഹൈന്ദവ മതത്തിൽ അതുണ്ട്. ഇത് ചെയ്യുന്ന എവിടെയാണ്? നമ്മുടെ സമൂഹത്തിൽ അമ്പംകുന്ന് നീർച്ച എന്ന് പറയുന്ന ബീരാൻ ഔലിയപ്പാപ്പാന്റെ ജാറത്തിങ്ങ് ഉസ്താദുമാർ സ്ത്രീകൾ വരുമ്പോൾ അവരുടെ തലമുകളിൽ നിന്ന് കാല് വരെ ഇങ്ങനെ ഉഴിഞ്ഞു വാങ്ങിയിട്ട് 2 കഷ്ണം വെട്ടി മുറിച്ചിട്ട് എല്ലാ പിശാച്ചിനെയും കളഞ്ഞു എന്ന് പറഞ്ഞു കൊടുക്കും നമ്മൾ കാണുകയാണ്. വീഡിയോകൾ വളരെ സുലഭമാണ്. ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ റിസാലത്തിന്റെ കടക്ക് കത്തിവെക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഇങ്ങനെ 100 പ്രവർത്തനങ്ങൾ. അവിടെയാണ് നാളെ പാരത്രിക ലോകത്ത് ഇവർ വരുമ്പോൾ ഇസ്ലാമിക ആചാരങ്ങളല്ലാത്ത ബഹുദൈവാരാധകരുടെ ആചാരങ്ങൾ ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് ചെയ്ത ആളുകൾ ഇരു കയ്യും കടിച്ചിട്ട് പറയും, യാ ലൈതനി തഖത്തു മാ റസൂലി സബീല. പ്രവാചകൻ പഠിപ്പിച്ച എന്നൊരു മാതൃകയുണ്ടായിരുന്നു. ചികിത്സയിലാണെങ്കിലും ആരാധനയിലാണെങ്കിലും അത് സ്വീകരിക്കാതെ പോയല്ലോ എന്ന് പറയും. ഇവിടെ നാം മനസ്സിലാക്കുക, പ്രവാചകന്റെ സഹാബത്തിന് മുട്ടറുക്കൽ അറിയില്ല, താബീകൾക്കറിയില്ല, തബഉ താബീകൾക്കറിയില്ല. അതുപോലെ ഒരുപാട് ബിദ്അത്തുകൾ, ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, ശിർക്കായ നിരവധി പ്രവർത്തനങ്ങൾ, ഇതൊന്നും ഈ 3 നൂറ്റാണ്ടിലുള്ള ആളുകൾക്ക് അറിയില്ല. അവരെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടെ മാർഗമല്ലാത്തത് പിൻപറ്റി എന്ന് പറഞ്ഞാൽ സലഫ് സാലിഹികളായ മഹാരഥന്മാർ, ഉത്തമ തലമുറയുടെ മാർഗത്തിൽ നിന്ന് അവൻ തെറ്റിക്കഴിഞ്ഞാൽ നുവല്ലിഹി മാ തവല്ല. അല്ലാഹു പറയാൻ, നുവല്ലിഹി മാ തവല്ല, എവിടേക്കാണോ അവൻ തിരിഞ്ഞത് അങ്ങോട്ട് അവനെ നമ്മൾ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, നരകത്തിലേക്ക് അവനെ നാം ചേർക്കുക തന്നെ ചെയ്യും എന്ന് പടച്ച തമ്പുരാൻ പറയുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ റിസാലത്ത് എന്ന് പറയുന്നത് അത് ചില്ലറയല്ല. അതിന്മേൽ നമ്മൾ ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ ഇടപെടേണ്ടതാണ്, വളരെ ആദരവോടുകൂടെ അതിനെ കാണേണ്ടതാണ്. അതില്ല എങ്കിൽ വലിയ ദുരന്തം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത ഏറെയാണ് എന്ന ബോധ്യമാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടത് എന്ന് ഉണർത്തുകയാണ്. ഏതായിരുന്നാലും അൽഹംദുലില്ലാ, റബ്ബിൻ്റെ തൗഫീഖോടുകൂടെ നമുക്ക് ഈ ക്ലാസ് നമുക്കിവിടെ ആരംഭിക്കാൻ സാധിച്ചു. അപ്പം ഇന്നത്തെ നോട്ടുകളെല്ലാം ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിൽ ഗ്രൂപ്പിൽ ഇൻഷാ അല്ലാഹ് നോട്ട്സുകളൊക്കെ ഉണ്ടാകും. നിങ്ങളത് പഠിക്കണം. അതുപോലെ തന്നെ നിങ്ങളോട് ബന്ധപ്പെട്ട ആളുകൾക്കത് നൽകുകയും വേണം. പറ്റുന്ന കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. മാത്രവുമല്ല ഇൻഷാ അല്ലാഹ് നമുക്കൊരു 3 മാസം കഴിഞ്ഞതിന് ശേഷം
ഇതിൻ്റെ ഒരു പരീക്ഷ, അതായത് നമുക്ക് പഠിഞ്ഞോ ഇല്ലേ എന്ന് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി നമുക്കൊരു പരീക്ഷ ഓൺലൈനിൽ തന്നെ നമുക്ക് നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസത്തെയും ക്ലാസ്സുകളെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ സമയം 9:47 ആയിരിക്കുന്നു. നമുക്കൊരു 45 മിനിറ്റൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇന്ന് തുടക്കമാണല്ലോ. ഏതായിരുന്നാലും നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവണം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നുണർത്തുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 261 വിഷയങ്ങൾ ഈ റിസാലത്ത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. റിസാലത്ത് എന്താണ്, റസൂൽ എന്താണ്, നബി എന്താണ്, നബി റസൂൽ തമ്മിൽ വ്യത്യാസം എന്താണ്, അതുപോലെ ഏതെങ്കിലും നബിമാർ സ്ത്രീകളായി വന്നവരുണ്ടോ, എന്തേ പുരുഷന്മാരെ മാത്രം നബിമാരാക്കാൻ കാരണം എന്താണ്, അതുപോലെ ആദം നബിൻ്റെയും നൂഹ് നബിൻ്റെയും ഇടയിലുള്ള കാലഘട്ടങ്ങൾ, ആ കാലങ്ങളിലൊക്കെ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയായിരുന്നു, അതുപോലെ പ്രവാചകന്മാരുടെ ശരീഅത്തുകൾ, അതുപോലെ തന്നെ അഖീദപരമായ കാര്യങ്ങൾ, ഇവിടെയൊക്കെയുള്ള വ്യത്യാസങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് റബ്ബിൻ്റെ തൗഫീഖോടെ നമുക്ക് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാൻ അവസരമുണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള അവസരം നിങ്ങളുടെ ഗ്രൂപ്പിൽ, സ്ത്രീകൾക്ക് അവരുടെ ഗ്രൂപ്പിൽ, അതുപോലെ പുരുഷന്മാർക്ക് അവരുടെ ഗ്രൂപ്പിലും ചോദിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതിനെ സാലിയായ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഒരു കാരണമായി അള്ളാഹു നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ ചൊവ്വാഴ്ചയും നമുക്ക് 8:30 മണിക്ക് തന്നെ ആരംഭിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ 8:30 ആവും നമസ്കാരം കഴിയുമ്പോഴേക്ക്. അപ്പോൾ നമസ്കാരം കഴിഞ്ഞ് ഒരു 8:50 ഇൻഷാ അല്ലാഹ് നമുക്ക് ആരംഭിക്കാം എന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും വല്ല നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അറിയിക്കാം. ഒരു 8:50 ആകുമ്പോഴേക്ക് എല്ലാവർക്കും ഗ്രൂപ്പിലേക്ക് എത്താൻ കഴിയും ഇൻഷാ അല്ലാഹ്. ഓക്കെ, നമുക്കിവിടെ അവസാനിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടിയതിനെ സ്വാലിഹ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ദീർഘായുസ്സോടെയും ആഫിയത്തോടെയും അവൻ്റെ ദീനിന് സേവനം ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.